എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലിൻഡോ അച്ഛനാണ് നമ്മുടെ ഒപ്പമായിരിക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം അച്ഛൻ സംഗീതം നൽകിയ എനിക്ക് പാടാൻ ഭാഗ്യം കിട്ടിയൊരു പാട്ട് അത് പാടിയാണ് നമ്മൾ നിർത്തിയത്. നേറുന്ന മാനസം നിന്റെ മുമ്പിൽ തുറക്കുവാനാണയും ദാസനിത, ഈയൾ താരയിൽ ഈ ബലിയിൽ ബലിവസ്തുവായിത തന്നിടുന്നു. സുന്ദരമായൊരു ഗാനമുണ്ട്. എൻ്റെ വരികൾ അച്ഛൻ ഭംഗിയായിട്ടത് സംഗീതം ചെയ്തു. എനിക്കൊരു സന്തോഷമുള്ളത് എനിക്കത് ആ പാട്ട് പാടാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. എനിക്കിപ്പോൾ ഒരു ആഗ്രഹം, ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് അച്ഛൻ സംഗീതം നൽകിയ പാട്ട് അച്ഛൻ്റെ ശബ്ദത്തിലൂടെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമുക്ക് അച്ഛനിലൂടെ ഒന്ന് കേൾക്കാം. േറുന്ന മാനസം നിന്റെ മുൻപിൽ തുറക്കുവാനാണയുന്നു ദാസനിതാ, ഈയൾ താരയിൽ ഈ ബലിയിൽ ബലിവസ്തുവായിത തന്നിടുന്നു. നേറുന്ന മാനസം നിന്റെ മുൻപിൽ തുറക്കുവാനാണയുന്നു ദാസനിതാ, ഈയൾ താരയിൽ ഈ ബലിയിൽ ബലിവസ്തുവായിത തന്നിടുന്നു. എന്നെ പഴിച്ചവർ, എന്നെ ദ്രോഹിച്ചവർ, എനിക്കെതിരായി കെണി ഒരുക്കിയോരും ഈ കാസയിലെ തിരുനിണത്താൽ ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ, ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ. കുരിശിലെ പ്രാർത്ഥന കൃപയോടെന്നും പ്രാർത്ഥിക്കുവാൻ വരം നൽകിടണേ. കുരിശിലെ പ്രാർത്ഥന കൃപയോടെന്നും പ്രാർത്ഥിക്കുവാൻ വരം നൽകിടണേ. പിതാവേ പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നിവരാരും അറിയുന്നില്ല, നീ പൊറുക്കണമേ. എന്നെ പഴിച്ചവർ, എന്നെ ദ്രോഹിച്ചവർ, എനിക്കെതിരായി കെണി ഒരുക്കിയോനും ഈ കാസയിലെ തിരുനിണത്താൽ ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ, ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ. ഹൃദയമൊരുകി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സഹനം പൂവായി മാറ്റിടുന്ന, ഹൃദയമൊരുകി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സഹനം പൂവായി മാറ്റിടുന്ന നിൻ സ്നേഹം, നിൻ സ്നേഹം അമൃതായുള്ളിൽ നിറയുവാൻ നാഥ നീ
ദാസനിതാ ഈയൾ താരയിൽ ഈ ബലിയിൽ ബലിവസ്തുവായി നാം തന്നിടുന്നു. എന്നെ പഴിച്ചവർ, എന്നെ ദ്രോഹിച്ചവർ, എനിക്കെതിരായി കെണി ഒരുക്കിയൊരും ഈ കാസയിലെ തിരുനിണത്താൽ ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ, ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ, ശുദ്ധരായി മാറുവാൻ കൃപയേകിടൂ. ലിൻഡോച്ച വളരെ ഹൃദയത്തിൽ നിന്ന് പാടിയൊരു അനുഭവം, നീറുന്ന മനസ്സും ഉള്ളിൽ നിന്ന് തന്നെ വളരെ സുന്ദരമായിട്ട് അച്ഛനത് പാടി കേട്ടോ. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. അച്ഛാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ സംഗീത പഠനമായിരുന്നു അല്ലേ? അലഹബാദിൽ ഹിന്ദുസ്ഥാനി പഠിക്കാൻ പോകുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സഹോദരൻ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം നന്നായിട്ട് നല്ല മ്യൂസിക് ജ്ഞാനമുള്ളൊരു സഹോദരനാണ്. അദ്ദേഹം കർണാട്ടിക് പഠിക്കുകയാണ്. കാരണം ഹിന്ദുസ്ഥാനി അദ്ദേഹം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രധാന തടസ്സമായിട്ട് പറഞ്ഞത് ഉറുദു ഒക്കെ പഠിക്കേണ്ടി വരും. അതങ്ങനെ ആ രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഷ പഠിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് അത്ര എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി പഠിക്കാൻ, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ വേറെ എന്തെങ്കിലും ക്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ ആ സമയത്തുള്ള? ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ ഉറുദു പഠിക്കേണ്ട കാര്യമില്ല. ഉറുദു നമുക്ക് ആവശ്യം വരില്ല. അത് ഈ കൂടുതൽ ഗസൽ പോലുള്ള ഫോമുകളിലാണ് കൂടുതലും ഈ ഉറുദു ഒക്കെ ഉപയോഗിക്കുന്നത്. നമുക്കത് പഠിക്കേണ്ട കാര്യമില്ല. അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഈ രാഗങ്ങളൊക്കെ പാടുമ്പോൾ അതിൽ ഭൂരിഭാഗം ഭാഷ എന്ന് പറഞ്ഞാൽ ബ്രജഭാഷ എന്ന് പറഞ്ഞ ഭാഷയാണ്. അത് പഴയതൊരു ഹിന്ദി, നമുക്ക് പെട്ടെന്ന് പലതും നമുക്ക് മനസ്സിലാവില്ല. ഇന്നുള്ള നമ്മുടെ ഹിന്ദിയുടെ ചിലപ്പോൾ പഴയ രൂപങ്ങൾ, ചില ഫോമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. പിന്നെ എനിക്ക് ഈ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും അത് രണ്ടും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ നിന്ന് ഒരു 12-ാം നൂറ്റാണ്ട് മുതലാണ് ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞ ഒറ്റ ഫോമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇന്ത്യ മുഴുവനും. പക്ഷേ പേർഷ്യൻസിൻ്റെ ഇൻവേഷൻസൊക്കെ ഉണ്ടായത്, പേർഷ്യന്മാർ, പിന്നെ മുഗൾസ് എന്ന് തുടങ്ങി സുൽത്താനേറ്റ്സ്, ഇങ്ങനെയൊക്കെ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് അവർ വന്നിട്ട് അവരന്ന് ലൊക്കേറ്റ് ചെയ്ത് മുഴുവൻ ഈ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ അവരുടെ അന്നുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യയിലെ ഈ ക്ലാസിക്കൽ മ്യൂസിക് പ്ലസ് പുറത്തുനിന്ന് വന്നവരുടെ അവിടുത്തെ സ്വന്തം തദ്ദേശീയമായ മ്യൂസിക്കുകൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മ്യൂസിക്കൽ ജോനേഴ്സ് ഉടലെടുക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ കാണുന്ന ഫോം ഖയാൽ ഫോമാണ്. ഖയാൽ ഫോമിനെ അതെ അതെ ഖയാൽ ഫോമാണ് ഇപ്പം നിലവിലുള്ള ഫോം. അതിനു മുൻപ് ഇപ്പം നിലവിൽ ഇപ്പം താൻസനെ പോലെയുള്ള പാടിക്കൊണ്ടിരുന്ന ധ്രുപദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫോഴ്സ്ഫുള്ളായ ശക്തമായിട്ടുള്ള ഡെപ്തിൽ നിന്ന് പാടിക്കൊണ്ടിരുന്ന ചില ഫോമുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല ഫോംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നുള്ള ഇപ്പോഴത്തെ ഉള്ള ക്ലാസിക്കൽ മ്യൂസിക് ഫോം ഖയാൽ എന്ന് പറയുന്ന ഫോമാണ്. പിന്നീട് ഉണ്ടായ ചില ലൈറ്റ് ക്ലാസിക്കൽ മ്യൂസിക്കുകളാണ് പിന്നെ തപ്പ, തുമ്രി, ദാദ്ര, ഖവാലി. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഏതൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെന്ന് ആദ്യകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു വല്ലാത്ത ഹിന്ദി മാത്രമേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മ്യൂസിക്കലിൻ്റെ ഭാഷ, പിന്നെ എൻ്റെ ടീച്ചേഴ്സൊക്കെ വളരെ സ്പീഡിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അർച്ചനദാസ് എന്ന് പറഞ്ഞ ആ ബംഗാളി ടീച്ചർ, കൊടുങ്കാറ്റ് പോലെയാണ് ടീച്ചറുടെ സംസാരം, വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം UP, ബീഹാർ, MP എന്ന് തുടങ്ങി ചുറ്റുവട്ടത്തുള്ള പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്നുള്ളവർ, അവർ തന്നെ സംസാരിക്കണം അവരുടേതായിട്ട് ലോക്കൽ ഭാഷകൾ. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ വല്ലാണ്ടങ്ങടും ചേരുങ്ങി. എനിക്ക് ആകെപ്പാട് പ്രശ്നമായി, പ്രതിസന്ധി, ഒന്നും മനസ്സിലാവണില്ല. അത് കഴിഞ്ഞ് ഞാൻ പറയാം, അർച്ചന മാമാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് എന്നെ പൊക്കിക്കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് മറക്കാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വെറും ഒരു സാധാരണക്കാരനായിട്ട് പോയിരുന്ന അവിടെ ഞാൻ
അവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനവിടെ CJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രിഗേഷൻ ഓഫ് ജീസസ്, അത് സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊവിൻഷ്യൽ ഹൗസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ പ്രൊവിൻഷ്യൽ ഹൗസിൽ ഒരു സിസ്റ്റർ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ, അന്ന് ഞാൻ അവിടെയുള്ള സമയത്ത് സിസ്റ്ററിന് ഒരു 10-78 വയസ്സുണ്ട്. അമ്മ പാലയിൽ നിന്നുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ ഒരു ഉഗ്രൻ പിയാനിസ്റ്റാണ്. സിസ്റ്ററിൻ്റെ കൂട്ടത്തിലിരുന്നുകൊണ്ട് സിസ്റ്റർ എന്നെ പിയാനോയുടെ കുറച്ച് ബാലപാഠങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെസ്റ്റിഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടെ വേറൊരു പാട്ട് പാടാൻ ആളില്ലാണ്ട് വന്നു. ആളെ വന്നപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. സിസ്റ്റർ നോക്കിയപ്പോൾ ഞാനിവിടെ കുത്തിയിരുന്ന് പിയാനോ പ്ലേ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അതിൻ്റെ കൂട്ടത്തിലിരുന്ന് പാടുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ ഗുരുജി ത്രൂ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ ഗുരുജിയോട്, ഇപ്പോൾ ഗുരുജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുമ, സിസ്റ്റർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും, ഫ്ലോറൻസ് സിസ്റ്റർ പറഞ്ഞാൽ പിന്നെ എനിക്ക് മറുത്തൊന്നും പറയാൻ പറ്റില്ല, അത്രയും എനിക്ക് സിസ്റ്ററിനോട് സ്നേഹമാണ്. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സമ്മതിച്ചു. ഒരു 2 ദിവസം കൊണ്ട് 14 പാട്ടുകൾ ഞാൻ പഠിച്ചു. ഞാനിപ്പോഴും തിരിച്ചറിയുന്നുണ്ട്, ഒന്നുമല്ലാതിരുന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും പാട്ടുകളൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കാനായിട്ട് അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസാണ്. അതുകൊണ്ട് പാടുന്നവർ ഇപ്പോൾ ഇതന്നെ ഹെവൻലി മെലഡീസ് വൈദികരുടെയും സന്യസ്തരുടെയൊക്കെയാണ്. നമുക്ക് ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരല്പമെങ്കിലൊക്കെ നമുക്ക് കൂട്ടത്തിൽ ചെറിയ തോതിലൊക്കെ ഒന്ന് പഠിക്കാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഗിഫ്റ്റും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നോളജും കൂടി ആകുമ്പോൾ നമ്മുടെ റേഞ്ചൊക്കെ ഒത്തിരി മാറും. കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഇപ്പം ഞാനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പാട്ടുകാരാണ്, മ്യൂസീഷ്യനാണെന്ന് പരിഗണിക്കുന്ന പോലുമില്ല. പക്ഷേ നന്നായിട്ട് ഇവിടെ ഞാൻ കാണാറുണ്ട്, നന്നായിട്ട് ഇവിടെ ചെയ്യുന്ന നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സും. എനിക്ക് തോന്നുന്നു അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം കൂടെ പഠിക്കാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ് അവർക്ക് എന്തുമാത്രം നന്മകൾ, ഡിവൈൻ എഫക്ട്സ് നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അതിനും കൂടെ ഉള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ അവരുടെ അധികാരികൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവസരം കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം 4 വർഷത്തോളമാണല്ലോ അവിടെ പഠിച്ചത്. അച്ഛൻ അത് ഹിന്ദുസ്ഥാനി പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഗുണം അച്ഛൻ ചെയ്യുന്ന സംഗീതത്തിനുണ്ടായി. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ചെയ്ത ഏതെങ്കിലും പ്യുവറായിട്ട് ചെയ്തൊരു പാട്ടുണ്ടോ? ഞാൻ അവിടെ പല പാട്ടുകളും ഹിന്ദിയിൽ തന്നെ ഞാൻ ചിലപ്പോൾ ചില രാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ എനിക്ക് തോന്നിയൊരു എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിച്ചപ്പോൾ ഒരു രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം, പിന്നെ അതിൽ പ്രധാനപ്പെട്ട നോട്ട്സ്, ഒരു രാഗത്തിൽ ചില പർട്ടിക്കുലർ നോട്ട്സ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഈ കമ്പോസ് ചെയ്യാൻ ശ്രമിക്കും. ഏതെങ്കിലും വരികളൊക്കെ എനിക്ക് ലിറിക്സ് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുർബാന തക്സയിലെയോ ലാറ്റിൻ മിസലിലെയോ അല്ലെങ്കിൽ ഞാൻ അവിടെയുള്ള പഴയ പാട്ട് പുസ്തകങ്ങളിലെ വരികൾ എടുത്തു വെച്ച് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ കമ്പോസ് ചെയ്യും. അങ്ങനെ ചെയ്തത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അച്ഛനെ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു, മാതാവ് ഇങ്ങനെ സങ്കടപ്പെട്ട് തീർച്ചയായിട്ടും മകനും പോയുമ്പോൾ ഇങ്ങനെ ബൈ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മാതാവിൻ്റെ വിലാപമാണ് അല്ലേ അത്? മാതാവ്, അതെ. എനിക്കതിന് ആ ഒരു അച്ഛൻ ചിട്ടപ്പെടുത്തിയൊരു ഗാനം ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ ഒരു 4 വരി നമുക്ക് ഒരു പല്ലവി മാത്രം നമുക്കൊന്ന് കേട്ടല്ലോ. പാടി നോക്കാം, നമുക്കൊന്ന് പാടി നോക്കാം.
हे माँ, वक्त की पुकार सुन रहा हूँ माँ, अप्पा की आवाज गूंज रही हे माँ, वक्त की पुकार सुन रहा हूँ माँ, भारी दिल से बोल बेटा जाने दे मुझे, निश्चय ही जाना है मेरी माँ, निर्भरी आँखों से तत्परे होठों से मान की विदाई, पूरा करो तुम आज्ञाकारी पुत्र तुम्हारी निष्ठा, पिता की मर्जी पूरा करो तुम आज्ञाकारी पुत्र तुम्हारी निष्ठा, पिता की मर्जी. അച്ഛാ വളരെ വളരെ രസമായിട്ട് പാടി കേട്ടോ അച്ഛാ. എനിക്കതിന് ഒരു മലയാള വർഷം ഇറക്കാൻ പാടില്ല, നമ്മുടെ ഗസ്റ്റായിട്ടൊക്കെ കൊണ്ടൊക്കെ പഠിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് പറയാണ്, എൻ്റെ ഡിക്ഷൻ ശരിയല്ല എന്ന് എനിക്ക് കൃത്യം അറിയാം. കാര്യം ആ ഒരു ചിലവർക്കും അത് വളരെ പെട്ടെന്ന് കിട്ടും. ഞാനൊരു പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്കത് കിട്ടും. പക്ഷേ അല്ലാണ്ട് ചിലപ്പോൾ പാടുമ്പോൾ ഫ്രഷ് ആയിട്ടൊരു സാധനം പാടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആ ഡിക്ഷൻ കിട്ടിയെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഇത് പാടി കുട്ടി തറക്കേടില്ലാണ്ട് ഈ പാട്ട് നന്നായിട്ട്, തറക്കേടില്ലാന്നല്ല നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ചിലരൊക്കെ വന്നിട്ട് നമ്മുടെ കൊച്ചച്ചന്മാരാകാം അല്ലെങ്കിൽ ബ്രദേഴ്സാകാം അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളൊക്കെ ആകാം വന്ന് ചോദിക്കുമ്പോൾ വെച്ചാൽ സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് പഠിക്കേണ്ടത്? വെസ്റ്റേൺ ആണോ പഠിക്കേണ്ടത്, കർണാട്ടിക് ആണോ പഠിക്കേണ്ടത്, ഹിന്ദുസ്ഥാനാണ് പഠിക്കേണ്ടത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആകാറുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? അതായത് എല്ലാത്തിനും അതിൻ്റെതായിട്ട് ഗുണമുണ്ടല്ലേ? തീർച്ചയായിട്ടും എല്ലാ മ്യൂസിക്കൽ ഫോംസും അതിൽ തന്നെ ഗുണം ഉള്ളതാണ്, ദോഷമൊന്നും പറയാനില്ല. മ്യൂസിക് എന്തും നല്ലതാണല്ലോ. തീർച്ചയായിട്ടും നെക്സ്റ്റ് ടു ഗോഡ് എന്നാണ് മ്യൂസിക്കിനെ കുറിച്ച് എപ്പോഴും പറയാറ്. അപ്പോൾ ഏത് മ്യൂസിക്കൽ ഫോംസും വളരെ നല്ലതാണ്. പിന്നെ ഓരോരുത്തർക്ക് പറ്റുന്ന ശൈലി, ഇപ്പോൾ എൻ്റെ തന്നെ നമ്മുടെ തന്നെ സുഹൃത്ത് രൂപതയിൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ജാക്സണും ഞങ്ങളൊന്ന് വണ്ടറടിച്ചു പോയി. ഇവനെന്തേ കർണാട്ടിക് മ്യൂസിക് മീൻസ് ഫാദർ എന്തേ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പോകുന്നത്? കാരണം ഫാദർ വെസ്റ്റേണിൻ്റെ ആളാണ്. പക്ഷെ പിന്നീട് ആ ഫാദർ അത് നിർത്തുകയും ഇടയ്ക്ക് വെച്ച് നിർത്തി. പുള്ളി പറഞ്ഞു എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പുള്ളി പോയി വെസ്റ്റേൺ മനോഹരമായിട്ട് വെസ്റ്റേൺ മ്യൂസിക് പഠിച്ച് മനോഹരമായിട്ട് വെസ്റ്റേൺ മ്യൂസിക് കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ബാൻഡിൻ്റെ പ്രോഗ്രാമുകൾക്ക് പോലും നന്നായിട്ട് ചെയ്ത ഒരു വൈദികനും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇന്ത്യൻ ക്ലാസിക്സ് ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, പക്ഷെ വെസ്റ്റേൺ ആയിരിക്കും ഒരു പക്ഷെ പഠിക്കാൻ നേരെ തിരിച്ചും വരാം അല്ലേ? പിന്നെ നമ്മുടെയൊക്കെ നമ്മൾ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് കുറച്ചും കൂടെ കർണാട്ടിക്കാണ് നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ലയിച്ച് കിടക്കണേ. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ കിടക്കുന്ന ഒരു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് കൂടുതലും പേർക്ക് ഒരു ചായ്വ് കർണാട്ടിക് മ്യൂസിക്കിനോടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കർണാട്ടിക് മ്യൂസിക് ഒരു ടെമ്പിൾ മ്യൂസിക് പോലെ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഹിന്ദുസ്ഥാനി മ്യൂസിക് നോർത്തിൽ വന്നവർ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ കുറേ ചേഞ്ച് വന്നു, കുറേ മ്യൂസിക്കൽ ഫോംസ് ഉണ്ടായി. പക്ഷേ കർണാട്ടിക് മ്യൂസിക്കിന് വലിയ ചേഞ്ചൊന്നും സംഭവിച്ചില്ല, ഇൻടാക്റ്റ് അതുപോലെ തന്നെ അങ്ങനെ ടെമ്പിൾ മ്യൂസിക്കായിട്ട് വളരെ പ്യുവർ ഫോമിൽ അങ്ങോട്ട്. കൂടുതൽ സ്പെഷ്യലൈസേഷന് സാധ്യത ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹിന്ദുസ്ഥാനി ആയിരിക്കും. കാരണം ഹിന്ദുസ്ഥാനിയിലെ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ പലവരും അറിയപ്പെടും, ചിലപ്പോൾ ഈസ് എ ഖയാൽ സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ തുമ്രി, ദാദ്ര, തപ്പ, ധ്രുപദ്, ഇങ്ങനെ ഏതെങ്കിലും ഈ ജോണറിലെ ഒരു എക്സ്പേർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ കുറേ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സാധ്യത കൂടുതൽ എനിക്ക് തോന്നുന്നത് ഹിന്ദുസ്ഥാനിയിലായിരിക്കും. എന്നോട്
കർണാട്ടിക് മ്യൂസിക്കുള്ളവർ എൻ്റെ അറിവ് കുറവുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. കർണാട്ടിക് മ്യൂസിക്കിൽ ഒത്തിരി സാധ്യതകളുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെ. എനിക്കും ഇതോടെ കൺക്ലൂഡ് ചെയ്യാൻ, ഇപ്പം ഞാൻ ആദ്യം ചോദ്യമായിരുന്നു, ഒരു കുട്ടി ആരെങ്കിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഏതാ പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ ഇതിനോട് ബന്ധിപ്പിച്ചൊരു കാര്യം പറഞ്ഞു. ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ഇപ്പോൾ ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് ആർട്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട്, പുതിയ സിലബസാണ്. 8, 9, 10 നോക്കുമ്പോൾ അതിലൊരു ആർട്സ് പഠിക്കാൻ നേരത്ത് ഒരു ഭാഗം സംഗീതത്തിനാണ്, ഒരെണ്ണം ഡാൻസിനാണ്, അങ്ങനെ വിവിധ കലാരൂപങ്ങളൊക്കെ ഉണ്ട്. അതിൽ വെസ്റ്റേണിൻ്റെ ബേസിക്സ് അതിൻ്റെ അകത്തുണ്ട്, കർണാട്ടിക്കിൻ്റെ ബേസിക്സ് അതിൻ്റെ അകത്തുണ്ട്, അതുപോലെ ഹിന്ദുസ്ഥാനിയുടെ ബേസിക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടേസ്റ്റ് കണ്ടെടുത്ത് അല്ലേ. പിന്നെ നമ്മുടെ ബ്ലഡിൽ ചേർന്ന സാധനങ്ങൾ കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഒരാൾ ചെറുപ്പം മുതലേ അയാളുടെ ഉള്ളിൽ കയറി കുടിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് മ്യൂസിക് ഉണ്ടാവും. അത് ചിലപ്പോൾ ചിലവർക്ക് വെസ്റ്റേണിനോടായിരിക്കും ചെറുപ്പം മുതലേ ആഭിമുഖ്യം, ചിലവർക്ക് കർണാട്ടിക്കിനോടായിരിക്കും, ചിലവർ സ്ഥിരമായിട്ട് നോർത്ത് ഇന്ത്യൻ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്നവർ, അങ്ങനെ ഒരു ഏതെങ്കിലും ഫ്ലേവറുകളൊക്കെ താല്പര്യമുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് നാടൻ അല്ലെങ്കിൽ ഇഷ്ടം പോലെ മ്യൂസിക്കൽ ഫോംസ് ഇങ്ങനെ കേൾക്കാൻ അവസരമുള്ളൊരു കാലത്ത് എന്നെ ഏതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അതിനെ ഫോളോ ചെയ്യാൻ അല്ലേ. ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നത് വളരെ സുന്ദരമായിട്ടുള്ള സംഗീതത്തെ പറ്റിയുള്ള നല്ല വീക്ഷണങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നല്ലൊരു ഹൃദ്യമായ ഒരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഗാനത്തോടെ കൂടെ അല്ലേ, നമുക്ക് ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തമ്പുരാന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗാനത്തോടെ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് സമാപിക്കാം. തീർച്ചയായിട്ടും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ലിൻഡോ അച്ഛാ വളരെ വളരെ രസമായിരുന്നു കേട്ടോ. നല്ല സുന്ദരമായിട്ട് നന്ദിയോടുള്ള ഒരു ഗാനത്തോടെ നമ്മൾ എപ്പിസോഡ് തീരണം. എനിക്ക് തോന്നുന്നത് ലിൻഡോ അച്ഛനോടുള്ള ഈ ഒരു 3 എപ്പിസോഡ് നോക്കുമ്പോൾ ഒത്തിരി വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ നമ്മുടെ ആ ചാറ്റൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ സംഗീതത്തോടൊക്കെ താല്പര്യമുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ സംഗീതം പഠിക്കണം. അച്ഛൻ്റെ വാക്കുകൾ പറയുവാണെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ വളരെ അധികപരമായിട്ട് പഠിച്ച അച്ഛൻ ഇനിയും ഒത്തിരി എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാന മേഖലയിലേക്ക് ഒത്തിരി വലിയ സംഭാവനകൾ ചെയ്യാൻ ഒത്തിരി നല്ല സംഭാവനകൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും പറ്റും. എല്ലാ പ്രാർത്ഥനകളും അച്ഛാ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. എന്നെ ശ്രവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ചെയ്തത് ഒരു സാധാരണ ഡിഗ്രി കോഴ്സ് മാത്രമാണ്. ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റഡീസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്നിവിടെ ഞാൻ ഈ ഒരു എപ്പിസോഡുകളിൽ വന്ന് ഇവിടെ പാടുമ്പോൾ തന്നെ യാത്രയുടെ പ്രോബ്ലവും എല്ലാം ത്രോട്ട് പോലും എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഇവിടെ വന്ന് ബിപിനച്ഛൻ്റെ കൂടെ ഈ ശാലോം കുടുംബത്തിൽ ഒന്ന് ചേർന്ന് ഇവിടെയുള്ള എല്ലാ ക്രൂസിനോടും ചേർന്നിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിവിടെ ചെലവഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിലൂടെ എന്തെങ്കിലും നന്മകൾ ആർക്കെങ്കിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. എനിക്ക് ഒത്തിരി സന്തോഷം. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ശാലോം കുടുംബത്തിനും അതുപോലെ വിപിനച്ഛനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമ്മൾ ലിൻഡോ അച്ഛൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളുമാണ് നമ്മൾ കേട്ടത്. ഇനി പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ ഗാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലും